സ്വർണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഗൾഫ് രാജ്യങ്ങളോ ആഫ്രിക്കയോ അല്ലെങ്കിൽ പഴയ രാജാക്കന്മാരുടെ ഒളിപ്പിച്ച നിധികളോ ആയിരിക്കും. ചിലർക്ക് സിനിമകളിൽ കണ്ട ട്രഷർ ഹണ്ടുകളും ഓർമ്മ വരും. പക്ഷെ ഒരിക്കലും പോലും നമ്മൾ നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചതുണ്ടോ, നമ്മുടെ സ്വന്തം കേരളത്തിൽ സ്വർണം ഉണ്ടാകുമോ എന്ന്? ഇത് വെറും ഒരു സംശയമല്ല, പലർക്കും അറിയാത്ത ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. കേരളം പ്രകൃതിയുടെ സമ്പത്ത് നിറഞ്ഞ ഒരു നാടാണ്. കാടുകൾ, മലനിരകൾ, നദികൾ, താഴ്വരകൾ ഇവയെല്ലാം ചേർന്ന ഒരു ഭൂപ്രകൃതിയാണ് ഇവിടെയുള്ളത്. ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ സാധാരണയായി വിവിധ ഖനിജങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ജിയോളജിസ്റ്റുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പഠനങ്ങൾ നടത്തിവരുന്നു. അതിൽ നിന്നാണ് ഒരു കൗതുകകരമായ കാര്യം പുറത്തു വന്നത്. കേരളത്തിലെ ചില ഭാഗങ്ങളിൽ സ്വർണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി പ്രദേശം പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഏറെ ശ്രദ്ധ നേടിയ സ്ഥലമാണിത്. മലനിരകളും നദീതടങ്ങളും ചേർന്ന ഈ പ്രദേശത്ത് ഭൂവിജ്ഞാന സർവേകൾ നടത്തിയപ്പോൾ ചെറിയ അളവിൽ സ്വർണ്ണ ധാതുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. പാറകളിൽ നിന്നും മണ്ണിൽ നിന്നും എടുത്ത സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ അവയിൽ സ്വർണത്തിന്റെ അംശങ്ങൾ ഉണ്ടെന്ന് തെളിഞ്ഞു. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് സിനിമകളിൽ കാണുന്ന പോലെ വലിയ കഷണങ്ങളായ സ്വർണമല്ല, വളരെ ചെറിയ അളവിൽ കണ്ണുകൊണ്ട് പോലും കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ഉള്ളത്. ഇതുപോലെ തന്നെ നിലമ്പൂർ കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശവും ഒരു കാലത്ത് സ്വർണ സ്വാധീനതകൾക്കായി ശ്രദ്ധ നേടിയിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇവിടങ്ങളിൽ ഖനനം നടത്താൻ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ അവിടെ കണ്ടെത്തിയ സ്വർണത്തിന്റെ അളവ് വളരെ കുറവായതിനാൽ വലിയ രീതിയിൽ ഖനനം തുടരാൻ അവർ താല്പര്യം കാണിച്ചില്ല. അതോടെ ആ ശ്രമങ്ങൾ പിന്നീട് നിർത്തവെക്കപ്പെട്ടു. കേരളത്തിന്റെ നദികളും ഈ കഥയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. മലനിരകളിലൂടെ ഒഴുകുന്ന ചില നദികൾ പ്ലേസ് ഗോൾഡ് എന്നറിയപ്പെടുന്ന ചെറിയ സ്വർണ്ണ കണങ്ങൾ ഉണ്ടാകാമെന്ന് പഠനങ്ങൾ പറയുന്നു. ഇത് എങ്ങനെ ഉണ്ടാകുന്നു എന്നറിയുമോ? മലകളിലെ പാറകളിൽ സ്വർണം ഉണ്ടായിരിക്കും. കാലക്രമേണ മഴയും വെള്ളപ്പൊക്കവും കാരണം ഈ പാറകൾ പൊളിഞ്ഞ് ചെറുതാകുന്നു. അങ്ങനെ വേർപെട്ട സ്വർണം നദികളിലൂടെ ഒഴുകി വന്ന് നദീതടങ്ങളിൽ അടിഞ്ഞുകൂടുന്നു. എന്നാൽ ഇത് കണ്ടെത്തുന്നതിന് അത്ര എളുപ്പമല്ല. കാരണം ഈ കണങ്ങൾ വളരെ ചെറിയതാണ്. കൂടാതെ അവ ശേഖരിക്കാൻ വലിയ പരിശ്രമവും ചെലവും ആവശ്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരാം, ഇങ്ങനെ സ്വർണമുണ്ടെങ്കിൽ കേരളം എന്തുകൊണ്ട് സ്വർണം ഖനനത്തിന് പ്രശസ്തമല്ല എന്ന്. അതിന് പിന്നിലെ ചില പ്രധാന കാരണങ്ങളുണ്ട്. ഒന്നാമത്, ഇവിടെ കണ്ടെത്തിയ സ്വർണത്തിന്റെ അളവ് വളരെ കുറവാണ്. വലിയ ഖനനം നടത്താൻ ആവശ്യമായ രീതിയിൽ ഇത് ലഭ്യമല്ല. രണ്ടാമത്തത്, കേരളത്തിന്റെ പരിസ്ഥിതി വളരെ സുസ്ഥിരവും നായ്ക്കുമായതാണ്. വലിയ തോതിലുള്ള ഖനനം നടത്തുന്നതിന് കാടുകൾക്കും നദികൾക്കും വന്യജീവികൾക്കും വലിയ നാശം വരുത്തും. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ നിയന്ത്രണങ്ങൾ വിധേയമാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായി നോക്കുമ്പോഴും ഇത് ലാഭകരമല്ല. ഒരു സ്ഥലത്ത് നിന്ന് സ്വർണം പുറത്തെടുക്കാൻ വലിയ ചെലവാണ് വേണ്ടത്. എന്നാൽ അതിനേക്കാൾ കുറവാണ് ഇവിടെ ലഭിക്കുന്ന സ്വർണത്തിന്റെ മൂല്യം. അതുകൊണ്ട് തന്നെ ഈ സ്വർണം ഇപ്പോഴും ഭൂമിയുടെ അടിയിൽ തന്നെ തുടരുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ടാൽ ഒരു കാര്യം ഉറപ്പാണ്, കേരളം വെറും പ്രകൃതി സൗന്ദര്യമുള്ള ഒരു നാട് മാത്രമല്ല, അതിന്റെ അടിയിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യമുള്ള ഒരു ഭൂമിയുമാണ്. നമുക്ക് കാണാനാകാത്ത പക്ഷെ ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഇവിടെ ഇന്നും ഒളിഞ്ഞുകിടക്കുന്നു. ഇനിയൊരു ചിന്ത ഉണ്ടാകാം, ഭാവിയിൽ സാങ്കേതിക വിദ്യ കൂടുതൽ വികസിച്ചാൽ ഇന്ന് ലാഭകരമല്ലെന്ന് കരുതുന്ന ഈ സ്വർണ്ണ സാന്നിധ്യം ഒരിക്കൽ ഉപയോഗിക്കപ്പെടുത്താൻ കഴിയുമോ എന്ന്. അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഇത് എന്നും മണ്ണിനടിയിൽ തന്നെ മറഞ്ഞു കിടക്കുമോ എന്ന്. ഇതിന് ഉത്തരമറിയാൻ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ നാടിന്റെ കഥകൾ നമ്മൾ കരുതുന്നതിലും കൂടുതൽ ആഴമുള്ളതാണ്. ഇതുപോലുള്ള ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ watching.